എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളുടെ ചെറിയ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായി ചെറിയൊരു ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഷോർട്ട് ഫിലിം എന്ന ആശയം എങ്ങനെയാണ് ഉണ്ടായത്? അത് മലയാളം പാഠം എപ്പോൾ നമുക്ക് ഇന്ത്യ ടീച്ചർ ഷോർട്ട് ഫിലിം രൂപത്തിലാണ് കാണിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇതുപോലത്തെ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ നമുക്കുണ്ടായൊരു തോന്നലാണ് നമുക്ക് ഇതുപോലത്തെ ഷോർട്ട് ഫിലിം എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടീച്ചറോട് പറയുകയും ടീച്ചർ നമുക്ക് ഒരു സപ്പോർട്ട് തന്നു. അങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം ഉണ്ടായത്. ഏതെല്ലാം ഘട്ടങ്ങളിലാണ് നിങ്ങൾ കടന്നുപോയത്? ആദ്യം നമ്മുടെ ആവശ്യപ്രകാരം ടീച്ചർ തിരക്കഥ എഴുതി, പിന്നെ അഭിനയിക്കാൻ ആവശ്യമുള്ള കഴിവുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുകയും അവർക്ക് കഥാപാത്രം ലൊക്കേഷൻ തിരഞ്ഞെടുക്കുകയും പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളും സ്കൂളിൽ വിട്ട സമയങ്ങളിൽ ഷൂട്ടിംഗ് എടുക്കുകയും ആ വീട് സെലക്ട് ചെയ്ത് ആ വീട്ടുകാരുടെ സഹകരണമായി നമ്മൾ ചെയ്തത്. അതിനുശേഷം വീഡിയോ ഒക്കെ ഒരുമിച്ച് കൂട്ടി എഡിറ്റിംഗ് ചെയ്തു. അമ്മീനാണ് എഡിറ്റ് ചെയ്തത്. റിലീസ് ചെയ്തു. ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായത് ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഭാഗമായത്? ഓരോരുത്തരും അവരുടെ കാര്യങ്ങളൊന്ന് പറയുക. എൻ്റെ പേര് മുഹമ്മദ് സാൽ. ഞാൻ ഈ സിനിമയുടെ ക്യാമറമാനാണ്. എൻ്റെ ഒപ്പം ആദ്യം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ പേര് മുഹമ്മദ് നൈഫ്. ഈ സിനിമയിൽ അധ്യാപക കഥാപാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതിലൊരു അധ്യാപകനാണ് ഞാൻ. എൻ്റെ പേര് ആസിഫാണ്. ഞാനിതിന് ലീഡറിൻ്റെ വേഷമാണ് അഭിനയിച്ചത്. ഈ സിനിമയിൽ ഞാൻ സുനിൽ കഥാപാത്രമാണ്. എൻ്റെ പേര് ആര്യനന്ദ. ഞാൻ ഇതിനകത്തിലെ പ്രധാന കഥാപാത്രമായ മീനൂട്ടി എന്ന വേഷമാണ് ചെയ്യുന്നത്. എൻ്റെ പേര് നഫീസത്തുൽ അഫ്ര. ഞാൻ ഈ സിനിമയിൽ മീനൂട്ടിയുടെ അമ്മയായ ജാനകി എന്ന വേഷമാണ് ഇടുന്നത്. എൻ്റെ പുതര നന്ദിത. ഞാൻ ഈ സിനിമയുടെ മീനുകുട്ടി నా ഫ്രണ്ട് അതുല്ല. എൻ്റെ പേര് ഫാത്തിമ ഷാന. ഞാൻ ഈ സിനിമയിലെ അയൽക്കാരി ബൽക്കീസയായിട്ടാണ് അഭിനയിച്ചത്. എൻ്റെ പേര് ബുഷേറ. ഞാൻ ഈ സിനിമയിലെ സൈനബ ടീച്ചർ എന്ന കഥാപാത്രത്തിലാണ് അവതരിപ്പിച്ചത്. ನನ್ನ ಹೆಸರು ಭವ್ಯಶ್ರೀ. ನಾನು ಈ ಮೂವಿಯ ಮೀನುಟಿಯ ಗೆಳತಿಯಾಗಿ ಅಭಿನಯಿಸಿದೆ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സിനിമ അനുഭവം? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിക്കാൻ അവകാശം ലഭിച്ചത്. ആദ്യമായി ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വളരെ സന്തോഷത്തോടെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് പൂർണ്ണമാവോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമായത് ഇത് നല്ല ഈസി ആയിട്ട് തന്നെ പൂർണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു സന്തോഷം. ಯಾವುದೇ ಸಿನಿಮಾದಲ್ಲಿ ಅಭಿನಯಿಸಲಿಲ್ಲ. ಹಾಗಾಗಿ ಒಂದು ಮಲಯಾಳ ಸಿನಿಮಾದಲ್ಲಿ ಅಭಿನಯಿಸಿದ್ದೇನೆ. ನನಗೆ ತುಂಬ ಖುಷಿಯಾಯಿತು. ക്യാമറമാൻ എന്ന നിലയിൽ സഹലിന് തോന്നിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എന്നോട് ആദ്യമായി ടീച്ചർ ഷോർട്ട് ഫിലിമിലെ ക്യാമറമാൻ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വളരെ സിമ്പിളായ ജോബായിരിക്കുന്നതാണ്. പക്ഷേ ഇത് ചെയ്തപ്പോഴാണ് എന്നോട് കുറച്ച് കഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ ചെയ്ത് പിന്നോട് എനിക്ക് ഈ ഷോർട്ട് ഫിലിം തീരണ്ടായിരുന്നു ആഗ്രഹം. കാരണം അത്രയും അതിൽ ഞാനാണെങ്കിൽ ആദ്യമാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടിരുന്നു ഷോർട്ട് ഫിലിം വീഡിയോ എടുക്കാനായിട്ട്. അതിത് വളരെ രസകരമായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ലേ? ലൊക്കേഷൻസ് എവിടെയായിരുന്നു? സ്കൂളുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ ഷൂട്ടിങ്ങും. പിന്നെ എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥി സിയാനിൻ്റെ വീട്ടിൽ ആദ്യാദ്യ നൃത്തങ്ങൾ ഷൂട്ടിംഗ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് ഞാൻ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷം. നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു? ഇല്ല, ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. എന്നാൽ നിങ്ങളുടെ സിനിമയുടെ പേരെന്താണ്? മീനുട്ടിയുടെ ആകാശം. എപ്പോഴാണ് നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുതുവർഷം 2025 ജനുവരി 1-നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂളിന്റെ ആദ്യ സംരംഭമായ ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളാണ് ഇവിടെ എല്ലാവരുമായി പങ്കുവച്ചത്. പുതുവർഷമായ 2025 ജനുവരി 1-ന് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഷോർട്ട് ഫിലിം വരികയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. സൈൻ ഓഫ് ശിവരായി.